ഒരു തലം മാത്രം വിടന്നൊരു ചെമ്പനീർ മുകുളമായി നീ എൻ്റെ മുന്നിൽ നിന്നു. തരളകപോലങ്ങൾ നുള്ളി നോവിക്കാതെ തഴുകാതെ ഞാൻ നോക്കി നിന്നു. എന്തുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതായ വാർത്തകളൊന്നും ഇല്ലല്ലോ? ഈ സംഗീതത്തിനൊക്കെയാണല്ലോ, അപ്പൊ ഇവിടെ ഒരു പാട്ട് പാടുന്ന ഒരു AC ഉണ്ടെന്ന് അറിഞ്ഞ് അങ്ങനെ വന്നതായിരുന്നു. പാട്ട് പാടുക എന്ന് പറഞ്ഞാൽ നമ്മൾ പാട്ടുകാരനായിട്ടൊന്നുമില്ല, അതൊരു നമ്മളെ ഒരു ജോലിയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ടെൻഷനും ഇതൊക്കെ ഒരു എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഒരു റിലീഫും ഒക്കെയാണ്. ചെറുതിലേ മുതലുണ്ടോ? അത് എങ്ങനെയാണ്? ഞാനൊരു 4-5 വർഷമൊക്കെ ഉള്ളൂ. ഞാൻ തൃപ്പൂണിത്തുറ CA ആയിട്ടിരിക്കുമ്പോൾ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബിൽ ഒരു പ്രോഗ്രാമിനാണ് ആദ്യമായിട്ട് ഒരു പബ്ലിക് ഒരു പെർഫോം ചെയ്യുന്നത്, ഒരു ഫങ്ഷന് പാടുന്നത്. അതിനുശേഷം അപ്പം ഞങ്ങൾ തൃപ്പൂണിത്തുറയിലെ കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാവരും നമ്മുടെ കുറേ കൂട്ടുകാർ ഒരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും, പാട്ടുകളൊക്കെ പാടി പ്രാക്ടീസ് ചെയ്യും. ഇതിനിടയിൽ ഞങ്ങൾ ഒരു താമരംകുളങ്ങര എന്നിട്ട് അമ്പലമുണ്ട്, ആ അമ്പലത്തിലൊരു ഭക്തിഗാന മേള ഒരു കരോക്കെ വെച്ചിട്ട് നടത്തി. അപ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഒരു ഭയങ്കര അപ്രീസിയേഷൻ കിട്ടി. അപ്പോൾ ഞങ്ങൾക്ക് ഒരു ധൈര്യവും കോൺഫിഡൻസൊക്കെ ആയി. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ റിലാക്സ് എന്നിട്ട് ഒരു മ്യൂസിക് ക്ലബ്ബ് ഉണ്ടാക്കി. അതിനുശേഷം ഞങ്ങൾ പാട്ട് പഠിച്ചിട്ടില്ലാത്ത അതിൽ നമ്മൾ സിജി എന്നിട്ട് ടീച്ചറുണ്ട്, ആ ടീച്ചർ മാത്രമേ മ്യൂസിക് പഠിച്ചുള്ളൂ. ആ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മൾ ഒരു സ്റ്റേജിൽ കയറി നിന്ന് പാടാനുള്ള ഒരു കോൺഫിഡൻസ് ഒക്കെ. എങ്ങനെയാണ് ഈ ജോലി ഇതും കൂടിയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതും? ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും 24 മണിക്കൂർ ആണ് ഒരു ദിവസം, എനിക്കും 24 മണിക്കൂറുണ്ട്. അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് ഒരു കാര്യത്തിനും ഒരു എക്സ്ക്യൂസ് അല്ല. 10 മിനിറ്റ് മലയാള സിനിമ പാട്ട്, ഇപ്പോൾ ഒരു സിനിമ ഗാനം എന്നാണെങ്കിൽ ഒരു 5 മിനിറ്റുള്ളൊരു പാട്ട്, 5 മിനിറ്റ് പാട്ട് എനിക്ക് തോന്നുമ്പോൾ പാടാനോ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പാടാനോ ഒക്കെ നമുക്ക് സമയം 24 മണിക്കൂറിൽ കിട്ടും. അപ്പോൾ ഇനി ഒരു പാട്ടാണ് സാറിന് കേൾക്കുന്നത്. ഏതോ കിളിനാദമെൻ കരളിൽ മധുമാരി പെയ്തു, ആരാഗമാധുരി ഞാൻ നുകർന്നു, അതിലൂറും മന്ത്രമാം ശ്രുതിയിൽ അറിയാതെ പാടി പാടി പാടി. അപ്പോൾ പാട്ടെല്ലാം കേട്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ പണിയിലേക്ക് കിടക്കട്ടെ. അപ്പോൾ പിന്നെ വീണ്ടും സന്ധിക്കും വരെയൊക്കെ മണക്കും. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാ സംഗീത പ്രേമികൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. അപ്പോൾ സാറിനും സാറിൻ്റെ സംഗീതത്തിനും വേണു PS നും മുനൈസിനും ഒപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.